റീതിങ്കിങ് കേരളാസ് പാസ്റ്റ്, റീഇമാജിനിങ് ഹിസ്റ്ററി എന്ന വളരെ അർത്ഥവത്തായ ഒരു ശീർഷകത്തോടു കൂടിയാണ് MGS സ്മരിക്കുന്നത്. MGS എന്ന ചരിത്രകാരൻ എങ്ങനെയാണ് കേരള ചരിത്രത്തിൻ്റെ സംസ്ഥാപകരിൽ മുൻനിരയിൽ നിന്നത് എന്നതിവിടെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പലപ്പോഴും എഴുത്തുകാരെ, തത്വചിന്തകരെ, ചരിത്രകാരന്മാരെയൊക്കെ അനുസ്മരിക്കുന്ന, അവർ കാലത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിറകിൽ മറഞ്ഞു കഴിഞ്ഞാൽ അനുസ്മരിക്കുന്നത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടാണ്. കാരണം നമ്മുടെ ആനുകാലികമായ ലോകത്ത് വെച്ചിട്ടാണ്. കാരണം അവരുടെ സംഭാവനകൾക്ക്, അവരുടെ ചിന്തകൾക്ക് ഇന്നും വർത്തമാനകാലത്തും പ്രസക്തിയുണ്ട്. അത് നമ്മുടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അനുസ്മരിക്കാറുള്ളത്. അല്ലാതെ നമ്മൾ വേണ്ട സ്നേഹമുള്ളവരൊക്കെ അനുസ്മരിക്കും. എല്ലാ മതങ്ങളിലും ഹൈന്ദവത പറയാൻ ചാത്തൂട്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരു അനുസ്മരണമാണ്, ഒരു ചടങ്ങാണ്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഭൂതകാലത്തേക്ക് പോയി അവരെ കാണുക ചെയ്യുന്നത്. പക്ഷേ ഇന്നും അവരുടെ സംഭാവനകൾ ആനുകാലിക ജീവിതത്തെ അഭിസംബോധന ചെയ്താണെങ്കിൽ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളങ്ങോട്ട് ഭൂതകാലത്തിലേക്ക് പോരുകയല്ല, അവർ നമ്മുടെ കൂടെ വർത്തമാനകാലത്തേക്ക് വരുന്നു, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ളവരാണ് പ്രസക്തരാകുന്നത്, അനുസ്മരണത്തിന് സവിശേഷമായിട്ടുള്ള സാമൂഹ്യ പ്രസക്തി നേടുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള വലിയൊരു ചരിത്രകാരനാണ്, എഴുത്തുകാരനാണ് MGS. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇന്ന് കേരള ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യുന്നതിനും ഇന്ന് നമ്മളുടെ ഒപ്പം തന്നെ ഇന്നത്തെ കാലത്തിൻ്റെ പ്രതിസന്ധികളോട് പ്രതികരിക്കുന്നതിൽ പ്രവർത്തിക്കാനും സുശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്, ചിന്തകളാണ്. ഇന്നും സർഗാത്മകമായി പ്രവർത്തിക്കുന്ന ചിന്തകളാണ് MGSനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ കാലത്ത്, അദ്ദേഹം കാലത്തിൻ്റെ യവനികയ്ക്ക് പിറകിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തെ ഈ കാലത്ത് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മൾ അദ്ദേഹവുമായി നേരിട്ട് അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. MGSനെ എനിക്ക് ഏറ്റവും വ്യത്യസ്തനായിട്ടുള്ളൊരു ബുദ്ധിജീവിയാക്കി മാറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടായിട്ട്, അവർക്ക് ഇന്നത്തെ ഈ സ്പെഷ്യലൈസേഷൻ്റെ കാലത്തുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് അവരുടെ വിഷയം മാത്രമേ അറിയൂ, മറ്റൊരു കാര്യവും അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ആയിരുന്നില്ല MGS എന്നതാണ്. അദ്ദേഹം ചരിത്രകാരനാവുന്ന പോലെ തന്നെ കേരള ചരിത്രത്തെ മുന്നോട്ട് ആഴത്തിൽ വിശകലനം ചെയ്തിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ആകുമ്പോൾ തന്നെ ഇന്ത്യാ ചരിത്രത്തെയും ലോക ചരിത്രത്തെയും പറ്റി ധാരാളം ജ്ഞാനമുള്ള ആളായിരുന്നു. തൻ്റെ മണ്ഡലത്തിൽ മാത്രം, ആ സ്പെഷ്യലൈസേഷൻ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല. മാത്രമല്ല, ചരിത്രത്തിൻ്റെ പുറത്ത് കടന്ന് സാഹിത്യത്തിൻ്റെ കാര്യത്തിലും സാംസ്കാരികമായ കാര്യങ്ങളുടെ കാര്യത്തിലാണ്. അവസാന കാലത്ത് മധ്യ ഒരു ആക്ടിവിസ്റ്റായിട്ടടക്കം തൻ്റെ പ്രദേശത്തുള്ള വീടിൻ്റെ വികസനത്തിനു വേണ്ടി സജീവമായി സക്രിയമായി ഇടപെടുന്ന ഒരു ആക്ടിവിസ്റ്റായിട്ടടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അതൊരു സന്ദേശമാണ് നമുക്ക് തന്നെ. ഇന്നുള്ള വലിയ സ്പെഷ്യലൈസേഷൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ വലിയ അതിൻ്റെ ഗുണങ്ങളെക്കാൾ കൂടുതൽ ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് ഏതെങ്കിലും ഒരു കള്ളിയിൽ നമ്മളെ നിർത്തുകയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആവിഷ്കാരത്തിന് സമ്മതിക്കാതെ ഒരു ജ്ഞാനശാഖയിൽ മാത്രം നമ്മളെ കുടുക്കിയിടുക എന്നൊരു പ്രശ്നം സ്പെഷ്യലൈസേഷനുണ്ട്. മാത്രമല്ല, അത് സമഗ്രമായി മനുഷ്യ ജീവിതത്തെ, ജ്ഞാനമണ്ഡലങ്ങളെ, ലോകത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. ഇന്നിപ്പോൾ സ്പെഷ്യലിസ്റ്റുകളായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ വളരെ പേടിച്ചിട്ട് പോകണം. ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുവിധം മറ്റെല്ലാ അവയവങ്ങൾക്കുള്ള സൂക്കടും അയാൾ ഹാർട്ടിൻ്റെക്ക് മാറ്റും. ഇതാണ് സ്പെഷ്യലൈസേഷൻ്റെ ഒരു പ്രശ്നമുള്ളത്. അത് അവർ ജ്ഞാനത്തെ ഒരു പ്രത്യേക സ്ഥലത്ത്, MGS എന്ന ഇൻ്റലക്ച്വൽ ഇങ്ങനെ എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ഈ സ്പെഷ്യലൈസേഷൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തനാകാനുള്ള, മാർക്സ് എല്ലാം പറഞ്ഞിട്ടുള്ളൊരിതുണ്ടല്ലോ, എനിക്ക് രാവിലെ മീൻ പിടിക്കാൻ പോകണം, ഉച്ചയ്ക്കാണെങ്കിൽ അധ്യാപകനാകണം, വൈകുന്നേരമാണ് ഈ പാട്ട് ക്ലാസ് നടത്തണം. ഇതാണ് സമഗ്രമായിട്ടുള്ള ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നതിൽ വേറൊരു പ്രശ്നമുണ്ട്.
അതിനൊരു ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് ഈ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രവുമാണ്. കാരണം ഈ ഡിവിഷൻ ഓഫ് ലേബർ വന്നതിന് ശേഷമാണല്ലോ പിന്നെ ഈ സ്പെഷ്യലൈസേഷന് തുടക്കം. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ഡിവിഷൻ ഓഫ് ലേബർ വന്നതാണ്. ഒരേ പണി തന്നെ ഒരാൾ എടുത്തുകൊണ്ടിരുന്നാൽ ഉൽപ്പാദനക്ഷമത കൂട്ടുന്നുള്ളതുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് ലേബർ വന്നത്. കത്തിണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ അലക് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരാൾ പിടി മാത്രം ഉണ്ടാക്കുകയാണ്. അപ്പോൾ കത്തിണ്ടാക്കുന്ന ഒരു കരുവാനില്ലാതെയായി പോവുക. അപ്പോൾ സമഗ്രമായിട്ടൊരു കത്തി എടശ്ശേരി ഭാര്യയോട് ചോദിക്കും, നിൻ്റെ മടവാൾ നന്നായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മടവാളുണ്ടാക്കുന്ന സർഗാത്മകത നഷ്ടപ്പെടുകയാണ്. പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ സന്തോഷം, ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുക എന്നൊരു സാധനം ഈ സ്പെഷ്യലൈസേഷനുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു പ്രവർത്തനം MGSൻ്റെ ഈ നാനാ തുറകളിലുമുള്ള പ്രവർത്തനം കൊണ്ട് അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ട് ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇൻ്റലക്ച്വൽസൊക്കെ ഭാഗ്യവശാൽ അങ്ങനെ സ്പെഷ്യലൈസേഷൻ്റെ കള്ളികളിൽ പെടാത്തവരാണ്. രാഘുമാർ ഭാഷാണെങ്കിലും ഉത്സവം കേസാത്താണെങ്കിലും ടിനാസാണെങ്കിലും ഇവിടെ എല്ലാവരും അവർ മറ്റ് മണ്ഡലങ്ങളിലും. പക്ഷേ ഇന്ന് പുതിയ കാലം മുന്നോട്ട് പോകുന്നതോളം എന്തിനാ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്നൊരു ചിന്ത വരുന്ന ഒരവസരത്തിൽ MGSൻ്റെ പ്രാധാന്യം വളരെ കൂടുന്നു എന്നറിയാം. MGSൻ്റെ സാഹിത്യ ചിന്തയുടെ വഴികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്കിവിടെ സംഭാഷണത്തിന് വഴിയൊരുക്കിയതും ഇദ്ദേഹത്തിൻ്റെ വിവിധ വ്യക്തിത്വമാണ്. അദ്ദേഹം കേരള ഹിസ്റ്ററിയിൽ മാത്രം ഒതുങ്ങിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറമേക്കുള്ള തുറസിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ് എന്നെപ്പോലെയുള്ള ഒരാളെ ഇവിടെ ഈ വേദിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2-3 വാചകം ഞാൻ വായിക്കാം. ഇതിപ്പോൾ MGSനെ പറ്റിയിട്ടുള്ളൊരു ഇതാവുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ MGS പറഞ്ഞാന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊന്നും MGS പറഞ്ഞ വാചകമെന്ന് ഒരിക്കലും തോന്നാത്ത ചില വാചകങ്ങൾ. അപ്പോൾ മറ്റ് മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹവും താല്പര്യവുമാണ്. മനുഷ്യൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ നിന്ന് സാഹിത്യപരമായ സംസ്കാരം കിഴിച്ചെടുത്താൽ അവനൊരു മൃഗം മാത്രമാകും. മനുഷ്യനെ കുറച്ചെങ്കിലും മനുഷ്യനാക്കി തീർക്കുന്നതിൽ ഏറ്റവും നല്ല പങ്കുവഹിച്ചിട്ടുള്ളത് സാഹിത്യമാണ്, സാഹിത്യകാരന്മാർ. ഒരു സാഹിത്യത്തിൽ അഭിമാനിക്കുന്ന ഒരാളല്ല, ചരിത്രകാരനാണിത് പറയുന്നത്. ഇന്നത്തെ ഈ ഭയങ്കര പ്രതിസന്ധി ഘട്ടത്തിലും സമുദായത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള പാത സാഹിത്യത്തിലൂടെയാണ്. നമ്മുടെ അവസാന മോചനമാർഗം ആറ്റം ബോംബല്ല, മനസ്സംസ്കരണമാണ്. മനസ്സംസ്കരണത്തിനുള്ള പ്രധാന ഉപാധിയുള്ള എനിക്ക് സാഹിത്യത്തെ തന്നെയാണ് കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സമ്മേളനത്തിലെങ്കിൽ നമ്മളിത് MGSൻ്റെ ഏതോ സാഹിത്യപ്രേമി, സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് മനസ്സ് അഭിമാന പുരസ്സരം ഉയരുന്ന ഒരാളായിരിക്കും ഈ വാചകം പറഞ്ഞതെന്നാണ് വിചാരിക്കുക. പക്ഷെ ഒരു ചരിത്രകാരനായിട്ടുള്ള MGS ആണിത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് KP അപ്പൻ പറഞ്ഞിട്ടുള്ളൊരു വാചകം. KP അപ്പൻ സാഹിത്യകാരന്മാരെ പറ്റി പറയുന്നത്, ഒരു സാഹിത്യകാരനെ വിശേഷിച്ച് ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ അയാൾ ആരാ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന നിരൂപകനാണ്. അയാൾക്ക് അറിയില്ല, അയാൾക്ക് ആരാന്ന് അയാൾക്ക് അറിയില്ല, പക്ഷെ നീ ഇന്നതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന നിരൂപകനാണ് KP അപ്പൻ പറയാറുണ്ട്. ഇവിടെ ഒരു ചരിത്രകാരനാണ് ഒരു എഴുത്തുകാരൻ്റെ പ്രാധാന്യം. നീ സാഹിത്യകാരനാണെങ്കിൽ നീ വളരെ പ്രധാനപ്പെട്ടൊരു ദൗത്യമാണ് നിനക്ക് നിർവഹിക്കേണ്ടത് എന്ന് MGS പറഞ്ഞു കൊടുക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. ഇന്നിപ്പോൾ സാഹിത്യകാരന്മാർക്ക് ഈ പ്രാധാന്യം അറിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാം അറിയുന്ന ആളായിട്ടല്ല. ഇന്നിപ്പോൾ നമ്മൾ സാഹിത്യം മനുഷ്യനെ മൃഗത്തിൽ നിന്ന് ഉയർത്തുന്ന ഒരു വലിയൊരു ദൗത്യം നിർവഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ആ ഒരു പ്രാധാന്യത്തോടെ സാഹിത്യത്തെ സമീപിക്കുന്ന പ്രവണത കുറയുകയും ഈ സാധനം ഒന്ന് വിറ്റുപോകാൻ, ഈ കമ്മോഡിറ്റി ഒന്ന് ചിലവായി കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാഹിത്യകാരന്മാരുടെ എണ്ണം കൂടി വരികയും ചെയ്യണം. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കളിച്ചിട്ട് സാഹിത്യകൃതിയുടെ ഗുണമൊന്നുമല്ല, ഇതിൻ്റെ വിൽപ്പന മാത്രമല്ല. അത് ഞാൻ ഈ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോവും വിഷയത്തിന്. പക്ഷേ MGS പറയുന്ന ഈ ഗൗരവം, സാഹിത്യത്തിൻ്റെ ആ ഗൗരവം എടുക്കുന്നില്ല. പബ്ലിഷേഴ്സ് ആണെങ്കിലും നല്ല സാഹിത്യമൊന്നുമല്ല, വിറ്റുപോകുന്ന സാധനമാണെങ്കിൽ നല്ലതായി എന്നുള്ളതാണ്. പണ്ടും ചീത്ത സാഹിത്യം എല്ലാ സാഹിത്യം ഒരു വേർതിരിവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിറ്റുപോകുന്ന സാധനം നല്ലതായി മാറുന്നൊരു കാലഘട്ടമാണ്. അതിന് ക്രിട്ടിക്കലായിട്ടുള്ള അനാലിസിസ് ഇല്ല. എത്ര കോപ്പി കൂടുതൽ ചിലവായാൽ അത് മഹത്തര. ഇപ്പം കഞ്ചാവ് ഏറ്റവും അധികം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ കഞ്ചാവ് നല്ലതാണ്. അതാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് സാഹിത്യം
ഇങ്ങനെ കമേഴ്ഷ്യലായിട്ടൊരു പ്രോഡക്റ്റ് നിർമ്മിതി മാത്രമല്ല, അതിന് വലിയ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് ഉയർത്തുന്ന ഉദാത്തമായ കാര്യങ്ങൾ നിർവഹിക്കാണ്ടെന്ന് സാഹിത്യകാരന്മാരെ ഒരു ചരിത്രകാരൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വാചകമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അദ്ദേഹം പിന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, സാഹിത്യം സുസമ്മതമായിട്ടുള്ള നിർവചനം കൂടാതെ തന്നെ നിലനിന്ന പ്രതിഭാസമാണ്. സാഹിത്യത്തിനൊരു നിർവചനം ആരും ഇതുവരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല, സാധ്യവുമല്ല. കാരണം ജീവിതത്തിൻ്റെ നിർവചനം ചോദിച്ചാലോ പരിങ്ങളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സാഹിത്യത്തിന് പല നിർവചനം വന്നിട്ടുണ്ടെങ്കിലും അത് സമഗ്രമായിട്ടുള്ളൊരു നിർവചനം സാധ്യമല്ല. അതില്ലാതെ തന്നെ എത്രയോ കാലം നിന്ന പ്രതിഭാസമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഈ സമയത്ത് ചില നിർവചനങ്ങളെപ്പറ്റി ഞാനൊന്ന് ഓർക്കുക. MGSനെ പറ്റി പറയുമ്പോൾ മറ്റു കാര്യങ്ങൾക്ക് നമ്മളുടെ ചിന്തയെ പ്രചോദിപ്പിക്കുമ്പോഴാണല്ലോ മൂപ്പരെ നിരീക്ഷണങ്ങൾ കൂടുതൽ പ്രസക്തമാണ്. കഥയുടെ നിർവചനം, കഥ എന്താണെന്നുള്ള നിർവചനം ഇവിടെ രാജരാജവർമ്മയ്ക്കൊക്കെ മുമ്പ് തന്നെ ഫാദർ ജെറാർഡ് കണ്ണമ്പള്ളിയാണ് കഥയ്ക്കുള്ള മനോഹരമായിട്ടുള്ളൊരു നിർവചനം തന്നത്. ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ സത്യം ആവിഷ്കരിക്കാനുള്ള അസത്യഭാഷണമാണ് കഥ. അസത്യഭാഷണമാണല്ലോ നമ്മളൊക്കെ എഴുതുന്ന നോവലും കഥയും നടന്നതല്ല. പക്ഷേ ഈ അസത്യഭാഷണം നടത്തുന്നത് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായൊരു സത്യം ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളത്തരം പറയും. മനോഹരമായിട്ടുള്ളൊരു നിർവചനമാണ്. മലയാളത്തിൽ ARൻ്റെക്ക് മുമ്പ് തന്നെ ജെറാർഡ് കണ്ണമ്പള്ളി മനോഹരമായ നിർവചനം നിർവഹിച്ചു എന്നുള്ളത്. പിന്നെ പോൾ റിക്കോർ പറയുന്നൊരു പ്രധാന കാര്യം, അത് കണക്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. മനുഷ്യപ്രജ്ഞയിൽ കാലത്തെ പറ്റിയുള്ള അവബോധം സൃഷ്ടിച്ചത് കഥയാണെന്ന്. ഗുഹയിൽ വെച്ചിട്ട് മനുഷ്യർ കഥ പറയുന്ന മുതൽക്കാണ് ഇന്നലെ ഇന്ന് നാളെ എന്നുള്ളത്. മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അവയൊക്കെ ദേ ആർ ലിവിങ് ഇൻ ദി പ്രസൻറ്റ്. ഇന്നിപ്പോൾ നമ്മൾ ലിവിങ് ഇൻ ദി പ്രസൻറ്റ് മാത്രമാക്കാൻ ശ്രമിക്കുന്ന ഗുരുക്കന്മാരുണ്ട്. കണക്ക് പാസ്റ്റും ഫ്യൂച്ചറും വേണ്ട. അത് വേറൊരർത്ഥത്തിലിടയ്ക്ക് ഗുണകരമായിരിക്കും, പക്ഷേ അപകടമുള്ളൊരു സാധനമാണ്. നമ്മൾ ലിവിങ് ഇൻ ദി പ്രസൻ്റ് അല്ല, നമ്മൾ പലപ്പോഴും ഈ പ്രസൻറ്റിൽ ജീവിക്കുന്നതിനെക്കാട്ടിലും ഭൂതത്തിലും ഭാവിയിലുമാണ് ജീവിക്കുന്നത്. അപ്പം ഇന്ന് ഇന്നലെ നാളെ എന്ന അവബോധം മനുഷ്യ പ്രജ്ഞയിലുണ്ടാക്കിയത് കഥ പറച്ചിലാണ്. അപ്പോൾ മനുഷ്യനാക്കിയത് മർത്യഭാഷയാണെന്ന് പറയാറുണ്ട്. ഈ പോൾ റിക്കോറിൻ്റെ നിർവചനപ്രകാരം മനുഷ്യനെ ചരിത്ര മനുഷ്യനാക്കിയത് കഥ പറച്ചിലാണ്. അപ്പം ചരിത്രകാരന് കഥ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലൊരു പ്രധാനപ്പെട്ട ഗണമാണ്. അപ്പോൾ ചരിത്രകാരന് സാഹിത്യത്തെ എക്നോളജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചരിത്രകാരൻ എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് ഈ കഥ പറച്ചിൽ എന്ന സാഹിത്യഗണത്തിൻ്റെ പ്രാധാന്യം. അത് കാലത്തെ പറ്റിയിട്ടുള്ള അവബോധം മനുഷ്യപ്രജ്ഞയിൽ ഉണ്ടാക്കുകയാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ കാലത്തിൻ്റെ അവബോധമാണല്ലോ ചരിത്രം. ഇന്നലെയും ഇന്നും നാളെയും എന്ന് പറഞ്ഞ ക്രൊണോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളുമാണല്ലോ ചരിത്രത്തിലുള്ളത്. അപ്പം ഇങ്ങനെ MGSൻ്റെ ഈ നിരീക്ഷണം, പിന്നെ സാഹിത്യത്തോടുള്ള സമീപനം അദ്ദേഹത്തെ കൂടുതൽ ആഴത്തിലുള്ള ചരിത്രബോധമുള്ളൊരു ചരിത്രകാരനാക്കുന്നു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുസമ്മതമായിട്ടുള്ള നിർവചനം ഞാൻ പറഞ്ഞു സാഹിത്യത്തിന് സാധ്യമില്ല. പിന്നെ കാരണം ജീവിതം പോലെ തന്നെ സങ്കീർണമാണ് സാഹിത്യവും. മനുഷ്യജീവിയായ മനുഷ്യൻ്റെ ഭാഷയിൽ കൂടെയുള്ള ആശയപ്രകാശനമാണ് സാഹിത്യം എന്ന് MGS പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ശരിക്കും എഴുത്തുകാരുടെ ദൗത്യം എന്താ? എഴുത്തുകാർ ശരിക്കും ആശയത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ആശയങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യലാണ് എഴുത്തുകാരൻ്റെ ആത്യന്തികമായിട്ടുള്ള ദൗത്യം തന്നെ ഉള്ളത്. അപ്പോൾ ആശയങ്ങളുടെ പ്രകാശനമാണ് സാഹിത്യം എന്ന് പറയുന്നു. അതേസമയത്ത് ഞാനതൊന്നും കൂടി കൂട്ടി പറയുകയാണ്, ആശയങ്ങളുടെ മാത്രമല്ല അനുഭവങ്ങളുടെയും കൂടിയും പ്രകാശനമാണ്. കാരണം മർത്യഭാഷയുടെ ഒരു 3 ഘടകങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ വിവരവിനിമയ തലവും ആശയവിനിമയ തലവും കഴിഞ്ഞ് അനുഭവത്തിൻ്റെ വിനിമയത്തിൻ്റെ തലത്തിലാണ് ശരിക്ക് സാഹിത്യം പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് എങ്ങു മനുഷ്യന് കൈകളിൽ ചങ്ങല അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന്. അതാണ് അനുഭവത്തിൻ്റെ സംക്രമണം നടക്കുകയാണ്, മനസ്സിലാക്കലല്ല. ആഫ്രിക്കയിലെ കാപ്പിരിക്ക് അടി കൊള്ളുമ്പോൾ അവന് വേദനയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കല്ല, ആ വേദന എനിക്കും കൂടി അറിയണം. അപ്പോഴാണ് മനുഷ്യനാവുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിയലൈസേഷൻ. ഇത് മനുഷ്യഭാഷയ്ക്കുള്ളൊരു തലമാണ്. മനുഷ്യഭാഷയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ അനുഭവ വിനിമയത്തിൻ്റേതായിട്ടുള്ളൊരു തലം. അവിടെയാണ് സാഹിത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് MGS പറയാതെ പറഞ്ഞിട്ടുള്ള കാര്യം. MGS ഉറക്കുന്ന സാഹിത്യത്തെ പറ്റി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, സാഹിത്യം കലാവിഭാഗത്തിലാണോ പെടുക ശാസ്ത്ര വിഭാഗത്തിലാണോ പെടുക എന്നുള്ളത്.
അപ്പോൾ ഭാരതീയമായിട്ട് എല്ലാറ്റിനും സാഹിത്യം, ഇപ്പോൾ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം നമ്മൾ സാഹിത്യത്തിലാണ് പെടുത്താറുള്ളത്. പല ആയുർവേദ ഗ്രന്ഥങ്ങളും സാഹിത്യത്തിലാണ് വരിക. യൂറോപ്യൻ ചിന്തയിൽ എല്ലാറ്റിനും പണ്ട് ഫിലോസഫി എന്നാണ് പറഞ്ഞത്, എല്ലാ ജ്ഞാനത്തിനും ഫിലോസഫി എന്നാണ് പറയുക. അതുമാതിരി തന്നെ ഭാരതീയമായിട്ട് എല്ലാ ശാസ്ത്രത്തെയും ചിന്തകളെയും സാഹിത്യത്തിലാണ് പെടുത്തുക. അതിനൊരു പ്രത്യേക ജീവിത വീക്ഷണത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അതിൻ്റെ അകത്ത്, ഈ എല്ലാറ്റിനും വിഭജിതമല്ലാതെ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് ശാസ്ത്രമാണോ പിന്നെ കലയിലാണോ പെടുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സേവനവും സാഹിത്യം നടന്നു. ഒന്ന് ശാസ്ത്രത്തിൻ്റെ സേവനം, അതായത് സമൂഹത്തെ വിശകലനം ചെയ്ത് സാമൂഹികമായിട്ടൊരു മാക്രോ ലെവലിലുള്ള കാര്യങ്ങളുടെ അവസ്ഥയുണ്ട്. എന്നാൽ അത് അനുഭൂതിപരമായിട്ടൊരു വ്യക്തിയെ മാത്രം മൈക്രോ ലെവലിലുള്ള ഒരു അഭിസംബോധനയും നടത്തുന്നത്. അപ്പോൾ സാമൂഹ്യമായിട്ടുള്ളൊരു അഭിസംബോധനയും നടത്തും. അപ്പോൾ ശാസ്ത്രം എന്നുള്ള നിലയ്ക്കുള്ള അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. കലാപരമായിട്ടാവുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്നവരി, അയാളുടെ ജീവിതത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അയാൾക്ക് വെളിച്ചവും ആശയും പ്രത്യാശയും തരുന്ന ഒരു ദൗത്യവും, രണ്ട് തരത്തിലുള്ള ശാസ്ത്രത്തിൻ്റെയും കലയുടേതുമായിട്ടുള്ള രണ്ട് ദൗത്യവും പിന്നെ വളരെ സമഗ്രമാണ്. അതാണ് പിന്നെ MGSൻ്റെ സാഹിത്യത്തെ പറ്റിയിട്ടുള്ള ചിന്തകളൊക്കെ വെറുതെ പോണ വഴിക്ക് എന്തെങ്കിലും പറഞ്ഞു പോകുന്ന പരിപാടിയല്ല. വളരെ പിന്നെ ആഴത്തിലുള്ള ചിന്തകൾ, സൗന്ദര്യശാസ്ത്രപരമായി നിലനിൽക്കുന്ന സ്റ്റാൻഡിങ് ആയിട്ടുള്ള ചിന്തകളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. പിന്നെ അദ്ദേഹം വളർത്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പുരോഗതി. ഇപ്പോൾ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അതുകൊണ്ട് സാഹിത്യം ആവശ്യമാണ്. സത്യത്തിൽ എന്താ പുരോഗതി? അങ്ങനെ ഒരു ചിന്തയും കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. വെറുതെ കേവലമായിട്ടുള്ള ഭൗതികമായ പുരോഗതിയാണോ? അല്ല, ആത്മീയമായൊരു പുരോഗതിയും കൂടിയും വേണം. MGS ഒരു നിരീശ്വരവാദിയായിട്ടാണ് സാധാരണ അറിയുക. പക്ഷേ ഈ ആത്മീയത എന്ന വാക്ക് ഈ ഈശ്വരവാദികൾക്കും ഉള്ള ഒരു പിന്നെ ഒരു സ്വന്തം സാധനമല്ല. അത് നാസ്തികനടക്കം ആത്മീയത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നൊരു ചിന്ത. കാരണം പുരോഗതി എന്ന് പറഞ്ഞാൽ ഭൗതികമാണ്, അത് വളരെ പ്രധാനമായിട്ട് പിന്നെ ഇന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഭൗതികമായിട്ടുള്ള പുരോഗതി കൊണ്ട് മാത്രം പുരോഗതി ഉണ്ടാവില്ല, അധോഗതി ഉണ്ടാവുള്ളൂ. ഇന്ന് ഭൗതികമായ വികസനം കൊണ്ടാണല്ലോ ഈ ലോകം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള വികസനത്തിൽ മാത്രം നോക്കി മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള വികസനത്തിന് ബുദ്ധിപരമായിട്ടുള്ള വികസനത്തിന് പിന്നെ ആത്മീയമായ വികസനത്തിനൊന്നും പ്രാധാന്യം കൊടുക്കുകൊണ്ടാണ് ലോകം മുടിയുന്ന അവസ്ഥയിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചും മഹാരോഗങ്ങളൊക്കെ ഇവിടെ വരാൻ കാരണം എന്താ? വെറും ഭൗതികമായ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള വിജ്ഞാനമാണ് സിലബസിൽ. രാഘവ മാഷൊക്കെ എപ്പോഴും പറയുന്ന സിലബസ് എന്ന് ലോകത്തെടുത്തു നോക്കുകയാണെങ്കിൽ ഭൗതിക വികസനത്തിനുള്ള ജ്ഞാനം തലയിലേറ്റി കൊടുക്കുന്നൊരു സാധനമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഇതൊക്കെ ശാസ്ത്രം ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാലും എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇത് നിർത്താൻ പറ്റാതിരിക്കാൻ കാരണം എന്താ? ഇവൻ ഈ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ആത്മീയമായിട്ടും ബുദ്ധിപരവുമായിട്ടുള്ള ഒരു പുരോഗതിയുടെ ആവശ്യം MGS നാരായണൻ ഊന്നിപ്പറയുന്നു. അതിനുള്ള ഒരു ഉപാധി കൂടിയാണ് സാഹിത്യം എന്ന് അദ്ദേഹം പറയുന്നു. നർവശാസ്ത്രജ്ഞനായിട്ടുള്ള ഗോൾഡൻ ചൈൽഡിൻ്റെ ഒരു കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. മനുഷ്യനൊരു ആയുധ ജീവിയാണ്. കാരണം മരം കൊണ്ടും കല്ലും ഒക്കെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. MGS പറയുന്നത് ഈ ഭാഷയും മനുഷ്യന് ഒരു ആയുധമാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ലോകത്തെ പ്രകൃതിയെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോഹങ്ങളും ശിലയും ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി, സമൂഹത്തിൽ അടിസ്ഥാനഘടമായിട്ടുള്ള മനുഷ്യൻ്റെ മനപരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് സാഹിത്യം, ഭാഷ എന്ന വലിയൊരു ചിന്തയിലേക്ക് അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ മെരുക്കുന്നതിൽ നമ്മൾ മറ്റായുധങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ സമുദായത്തെ മെരുക്കുന്നതിൽ, അവനവനെ മെരുക്കുന്നതിൽ, അതാണ് പ്രധാനം. അവനവനെ മെരുക്കുന്നതിൽ പിന്നെ ഭാഷ അതിൻ്റെ ഉദാത്തമായ രൂപമായ സാഹിത്യം നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള സാഹിത്യത്തിൻ്റെ ആശയോൽപാദനങ്ങൾ എങ്ങനെയെല്ലാമാണ് ഭൗതിക സാഹചര്യങ്ങളെ കൂടി മാറ്റുന്നതെന്ന് MGS പറയുന്നുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നിട്ടുള്ളൊരാശയം ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അത് ആ ആശയം ഭൗതികമായ ലോകത്തെ തന്നെ മാറ്റും. ഇത് മാർക്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂർത്തമായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടല്ലോ, അത് ഒരു ഇരുമ്പുരുക്ക് ഫാക്ടറിയെ പോലെ ഭൗതിക വസ്തുവാണ്.
ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആശയം സമൂഹത്തിൽ മൂർത്തമായിട്ടുണ്ടാവുന്ന സമയത്ത് ഒരു മെറ്റീരിയലായിട്ടുള്ളൊരു സാധനം തന്നെ ആയിട്ടത് ഭൗതികമായിട്ടുള്ളൊരു മൂർത്ത വസ്തുവായിട്ടത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഭൂമിയിലെ തൊഴിലാളികളെ ഐക്യപ്പെടുക, നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ, നേടാനുള്ളൊരു പുതിയ ലോകം. ഈ വാചകം ഭൗതികമായ ലോകത്തെ തന്നെ മാറ്റുന്ന ഒരു ആശയപ്രപഞ്ചമാണ്. ഇത് എഴുത്തിൽ കൂടെയും ഭാവനയിൽ കൂടെയും. മനുഷ്യൻ ആയുധജീവി എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ ഭാവന ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവി കൂടിയാണ്. ഭാവനയാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം തന്നെ. അദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് അമേരിക്കൻ സാമൂഹ്യ വിപ്ലവങ്ങൾക്ക് എന്തൊക്കെയെല്ലാം അനാശാസ്യ ഫലങ്ങളുണ്ടായാലും പിന്നെ അത് ആശയപരമായിട്ട് ഈ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുകൊണ്ട് അത് വലിയ മാറ്റങ്ങൾക്കുള്ള അനുരണനങ്ങൾക്ക് തുടർച്ചയുണ്ടായി. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ മുഷ്ടി തുരട്ടിയ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അവരെ പിറകിൽ പിന്നെ ചിന്തകരുടെ ശാന്തഗംഭീര മുഖങ്ങളൂടെയുള്ള എഴുത്തുകാരുടെ കാണാം. അപ്പോൾ അദ്ദേഹത്തിന് എഴുത്തുകാരോടുള്ള ഒരു റിഗാർഡാണ് ആ ശാന്തഗംഭീര മുഖങ്ങളോടുകൂടിയുള്ള എഴുത്തുകാർ എന്ന് അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. എടശ്ശേരിയോടും വള്ളത്തോളിനോടൊക്കെ MGS ഉണ്ടായിരുന്ന സ്നേഹം എത്ര വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആശയപ്രപഞ്ചവും അദ്ദേഹത്തിൻ്റെ വ്യക്തിയും ഇങ്ങനെ ഒരു പിന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരാളെ പിന്നെ MGS മാതിരി കാണാൻ പറ്റില്ല. ഉള്ളിലുള്ള പുറത്തേക്ക് പറയും, പുറത്തുള്ള തന്നെ ഉള്ളിലും ഉണ്ടാവുള്ളൂ. അതിൽ ഭംഗിവാക്കിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഇടയ്ക്ക് കുറച്ച് സ്നേഹം കൂടുതലാവുകൊണ്ട് പിന്നെ ഇടയ്ക്ക് സ്നേഹത്തിന് വേണ്ടി ഇടയ്ക്ക് മൂപ്പരെ ചില ആശയങ്ങളിന് ഇടയ്ക്ക് അപ്പം എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് പ്രധാനപ്പെട്ട. ഞാൻ ഒടുക്കം പറയാമെന്ന് വിചാരിച്ചപ്പോൾ പറയാണ്. MGS പറ്റി പലർക്കും ഉള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ MGS ഇടയ്ക്ക് മൂപ്പര് തന്നെ ചിന്തകളെയൊക്കെ മാറ്റിപ്പറയും. പിന്നെ ഗുണം കുറവുള്ള ആൾക്കാർക്ക് കൂടിയും സ്നേഹത്തിൻ്റെ പേരിൽ പിന്നെ പുസ്തകത്തിൽ അത് എഴുതി കൊടുക്കും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ സ്നേഹമാണ് അഖിലാസാരമൂഴിയിൽ, അതിലൊരു തെറ്റുമില്ല. ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ള അപരപ്രിയത്വമാണ്. അപരപ്രിയത്വത്തിന് വേണ്ടി കളവും കൂടിയും പറഞ്ഞിരുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പം മറ്റ് സ്നേഹത്തിൻ്റെ ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അത് MGS അതുണ്ട് എന്നാണ് പറയുന്നത്. ഒരു ചരിത്രകാരൻ എപ്പോഴും വസ്തുനിഷ്ഠതയും യുക്തിയുക്തതയുമാണ്. ഏജ് ഓഫ് റീസൺ ആയിരുന്നല്ലോ നമ്മളിതൊക്കെ ഉൽപ്പാദിപ്പിച്ചത്. ഇതെല്ലാം ഏജ് ഓഫ് റീസൺ മുതൽക്കാണ് വിജ്ഞാനശാഖകൾ. പക്ഷേ ഏജ് ഓഫ് റീസൺ അതിൻ്റേതായ ചില പ്രശ്നങ്ങളുമുണ്ട്. അത് മനുഷ്യനെ വേറൊരു നിലയ്ക്കാക്കി മാറ്റി, ഒരു റാഷണൽ എനിമലാക്കി മാറ്റി. അങ്ങനെ റാഷണൽ എനിമലല്ല ഏതായാലും MGS. ശ്രീനാരായണ ഗുരുവും പിന്നെ അപരപ്രിയത്വത്തിന് വേണ്ടി അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് കപ്പൽ വല്ലാതെ ആടി ഉലഞ്ഞു എന്നാണ് പറയുന്നത്. ആടി ഉലഞ്ഞ സമയത്ത് ചിലവർ വല്ലാതെ പേടിച്ചു. അപ്പോൾ ചോദിച്ചു, ഗുരു ആടി ഉലയുന്നല്ലോ, കപ്പൽ പേടിയാവണമല്ലേ? ശരിയാണ്, പേടിയാവണു ഗുരു പറഞ്ഞു. ചിലവർ പറഞ്ഞു, എന്തപ്പോൾ പേടിക്കാല്ലേ, ഒന്നും പേടിക്കാനില്ലല്ലോ. പിന്നെ ആ കപ്പൽ വലയാണേ വലയട്ടെ, ശരിയാ, ഒരു പേടിയില്ല, എനിക്കും പേടിയില്ല എന്നും. അത് കേട്ടാൽ എന്താ ഗുരു ഓരോരുത്തരോട് ഓരോ മാതിരി പറഞ്ഞു. അവർക്ക് സന്തോഷമായിക്കോട്ടെ ചേട്ടാ. ഇങ്ങനത്തെ ഒരു സമയത്ത് പേടിയുള്ളവർക്ക് അയാളുടെ കൂടെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷമായില്ലേ, പേടിയില്ലാത്തവരെ കൂടെ. അതുകൊണ്ട് ആ നിരുപദ്രവമായിട്ടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള അപരപ്രിയത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കളവാണ് ഗുരു പറഞ്ഞത്. അതുമാതിരി ആയിരിക്കും MGS ഇടയ്ക്ക് തൻ്റെ കൃത്യമായ വിശകലന രീതികളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇടയ്ക്ക് അദ്ദേഹം സ്നേഹത്തിന് പ്രയോറിറ്റി കൊടുത്തു എന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുണമായിട്ടാണ് കാണുന്നത്. വിശേഷിച്ചൊരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് സാഹിത്യത്തിൻ്റെ പരമമായിട്ടുള്ള പ്രയോജനം ഭൗതികാതീതമായൊരു മണ്ഡലത്തിലുള്ള പിന്നെ സംഭാവനയാണ്. അതായത് മനുഷ്യനെ ജന്തുവിൽ നിന്ന് പരിണമിച്ചു കൊണ്ടുവരുന്നതിൽ മൈക്രോ ലെവലിൽ മനുഷ്യൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന എല്ലാം വലിയൊരു മാറ്റം പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പുരോഗമനവാദികൾ അദ്ദേഹം പുരോഗമന സാഹിത്യത്തിനോടൊക്കെ കുറച്ച് കാലം കലഹിച്ചിട്ടുണ്ട്. അതിനെ ഭൗതികമായിട്ടുള്ള പ്രയോജനത്തിനുള്ള വസ്തു മാത്രമായി സാഹിത്യത്തെ കാണുന്നതിനാണ് അദ്ദേഹം എതിരായിരുന്നത്. അതുമുണ്ട്, എന്നാൽ അതിലും വലുതായിട്ട് നീണ്ട കാലത്തിൽ മനുഷ്യനെ പിന്നെ പരിണാമത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യനെ മൃഗത്തിൽ നിന്ന് ദേവനാക്കി ഉയർക്കുന്ന ഒരു ലോങ് റണ്ണിലുള്ള ഒരു പ്രോജക്റ്റും കൂടി സാഹിത്യത്തിൻ്റെ അകത്തുണ്ട് എന്നാണ് MGS പറയുന്നത്. പിന്നെ പുരോഗമനവാദികൾ സാമൂഹ്യ പ്രതിബദ്ധ എപ്പോൾ ഫലം കാണണം സാഹിത്യത്തിന്, എപ്പോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നാളെ സാമൂഹ്യ വിപ്ലവം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും ഒരു കാരണം MGS. ഇതാണ് MGSൻ്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ളത്, മൂപ്പര് സത്യത്തിൻ്റെ എല്ലാ മുഖങ്ങളെയും കാണും എന്നുള്ളതാണ്. ഒറ്റൊന്നിൽ ഇതാവില്ല.
ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ എനിക്ക് ആൻറ്റി കൊളോണിയൽ സ്വഭാവം കുറച്ച് മൂർച്ഛിച്ചിരുന്ന കാലത്ത് എപ്പോഴും ഉണ്ടത് ആ സൂക്കട്. അപ്പം ഞാൻ വല്ലാതെ സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടൊക്കെ പറയുമ്പോൾ മൂപ്പര് പറയും ബ്രിട്ടീഷുകാർ ചെയ്ത ചില ഗുണങ്ങൾ മൂപ്പര് പറയൽ തുടങ്ങും. അപ്പം അങ്ങനെ മൗലികവാദത്തിൽ ഒതുങ്ങണ്ട എന്നുള്ള ഇതൊരു MGSൻ്റെ സ്വഭാവമാണ്. അപ്പോൾ MGS ഇതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പുരോഗമനവാദികൾ വല്ലാതെ പ്രതിബദ്ധത, അതിൻ്റെ സാമൂഹ്യമായ പ്രതിബദ്ധത മാത്രം മൂന്നാണുള്ള ഒരു ഓവർ സ്ട്രെസ് വരാൻ കാരണം കുറച്ച് മുമ്പേ വെറും പിന്നെ ഭോഗത്തിൻ്റെ കാര്യത്തിന് മാത്രം സാഹിത്യത്തെ ദുരുപയോഗപ്പെടുത്തിയുള്ള ഒരു റിയാക്ഷനാണ് ഇവരിങ്ങനെ നടത്തിയത്. പക്ഷെ അത് വെറും മുദ്രാവാക്യ സാഹിത്യമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോങ് റണ്ണിലുള്ള ചില ഗുണങ്ങളില്ലാതെയാകും. ഇത് പുതിയ ഇടതുപക്ഷ ചിന്തകർ തന്നെ പറയുന്ന കാര്യം. MGSനെ പലപ്പോഴും കുറേ കാലം MGS ഇടതുപക്ഷ വിരുദ്ധനായിട്ട് മുദ്രകുത്തപ്പെട്ടില്ല. പക്ഷേ MGS പല കാര്യങ്ങളും പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പുതിയ ആൾക്കാർ അംഗീകരിക്കുന്ന പഴയ സോവിയറ്റ് വിമർശകരൊക്കെ കാഫ്കേനൊക്കെ പിന്നെ കറുത്ത പ്രതിഭയായിട്ടാണ് ചിത്രീകരിച്ചത്, കറുത്ത പ്രതിഭ. എന്നാൽ പുതിയ ഇടതുപക്ഷ ചിന്തകരൊക്കെ കാഫ്ക മുതലാളിത്തത്തിൻ്റെ അന്യവൽക്കരണത്തെ ഇത്ര ശക്തമായി ആവിഷ്കരിച്ച മഹാപ്രതിഭയായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ അന്നത്തെ പിന്നെ എഴുത്തുകാരെ വിലയിരുത്തുന്നതിലുള്ള ചില പരിമിതികളായിരുന്നു. അതിനെ മറികടന്നു പോകുന്ന സമയത്ത് MGSൻ്റെ ഈ വിലയിരുത്തൽ ഇന്നിപ്പോൾ ശാകുന്തള ആണെങ്കിലും, ഇപ്പോൾ ശാകുന്തളം വായിച്ച് ഇപ്പോഴത്തെ നാളത്തെ സാമൂഹ്യ മാറ്റത്തിലെങ്കിലും അത് മനുഷ്യൻ്റെ മനോഘടനയുള്ള മാറ്റത്തിന് ഇങ്ങനെയുള്ള ഷേക്സ്പിയറുടെ കൃതികളാണെങ്കിലും ഇതെല്ലാം തന്നെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനം അത് നടത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ സോഫോക്ലീസിൻ്റെ നാടകത്തെപ്പറ്റി അദ്ദേഹം പറയുന്ന സമയത്ത് സ്ത്രീഹൃദയത്തിൻ്റെ പിന്നെ രാജകൽപ്പന വരുന്നു, മറുഭാഗത്ത് സഹോദരനോടുള്ള സ്നേഹം വരുന്നു. ഇങ്ങനെയുള്ള ധർമ്മസങ്കടങ്ങളിൽ മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവനെ എങ്ങനെ ആത്മീയമായിട്ട് ഉയർത്തിയെടുക്കുന്നു. തീർച്ചയായിട്ടും അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥാർസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ തിന്മകളും ഒക്കെ ആവിഷ്കരിക്കുന്നത് അതിനുള്ള വിമോചനമായിട്ടും ആത്മശുദ്ധീകരണത്തിനും കൂടിയും സാഹിത്യം സഹായിക്കുന്നു എന്നതിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. പിന്നെ റിച്ചാർഡ് ലിവിങ്സ്റ്റോണിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് ക്ലാസിക്കൽ സാഹിത്യത്തിൽ ഒരു കോഴ്സ് കൊടുക്കണമെന്നുള്ള അഭിപ്രായത്തിനോട് MGSും യോജിക്കുന്നു. അപ്പോൾ ഒരു ചരിത്രകാരനായിരിക്കെ മറ്റൊരു വിജ്ഞാന ശാഖയെ അദ്ദേഹം എത്രത്തോളം ഹൃദയത്തിൽ ചേർക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ശുദ്ധ സാഹിത്യവാദികളാണെങ്കിലും അതിനും പ്രസക്തിയുണ്ട്. ഇതിലേക്ക് ഇന്നിപ്പോൾ അദ്ദേഹത്തെ പറ്റി ആലോചിക്കുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, MGS ജീവിച്ചിരിക്കുന്ന കാലത്ത് EMSനായിട്ടുള്ള യുദ്ധം ഒരു പ്രധാന കാര്യമായിട്ട് ഉണ്ടായിരുന്നാണല്ലോ. എന്നാൽ പല കാര്യങ്ങളിലും സാഹിത്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് MGS പറയുന്നതും EMS പറയുന്നതും ഒന്നാണ്. MGS ഒടുക്കം ഈ മുദ്രാവാക്യ സാഹിത്യം സഹിക്കവയ്യാതെ പറഞ്ഞു കല കലയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. കാരണം കലയോട് പ്രതിബദ്ധമായിട്ടുള്ള കല സമൂഹത്തിനോട് ഇൻഡയറക്റ്റ്ലി പ്രതിബദ്ധമാവും. ഇപ്പം MGSൻ്റെ കാഴ്ചപ്പാടും ഇതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു തമാശ എനിക്ക് തോന്നിയതാണ്. പലപ്പോഴും പിന്നെ MGSനെ ചില വിവാദത്തിലും MGS ഇത്ര പോണ്ടേയിരുന്നോ എന്നൊക്കെ തോന്നിപ്പിച്ചത് ഈ EMSനെ ഇങ്ങനെ വിമർശിക്കേണ്ടിയിരുന്നു തോന്നിയൊക്കെ കണ്ടു. പക്ഷേ അവർ പല കാര്യങ്ങളിലും ഒരേ ബോട്ടിൽ തന്നെയാണ് സഞ്ചരിച്ചതെന്നുള്ള എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം എഴുത്തച്ഛൻ, എൻ്റെ സമയം ഒരു 10 മിനിറ്റും കൂടി ആയിരിക്കും അല്ലേ? ശരി, അതെ, ഈ വൈകിയ വേളയിൽ തിരിച്ചു പോകാനൊക്കെ ആൾക്കാർ. എഴുത്തച്ഛനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, പിന്നെ MGSൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭംഗിവാക്കുകളും ഈ ട്രെൻഡിനനുസരിച്ച് അഭിപ്രായം പറയുന്ന പരിപാടി ഇല്ല എന്നുള്ള. ഇവിടെ ഇപ്പം നമ്മളെ രാജാക്കന്മാരെയൊക്കെ പിന്നെ വളരെ പഴയ കാലം പഴകും തോറത്തോളം പിന്നെ ഈ അതിന് ശോഭ കൂടി വരുമല്ലോ. പഴമേലിക്ക് പോകുമ്പോൾ എല്ലാവരും മഹാന്മാരായി വരും, മരിച്ചപ്പോൾ എല്ലാവരും മഹാന്മാരാവും എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇപ്പോൾ നമ്മളെ നാടുവാഴികൾ കോലത്തിരിയാണെങ്കിലും കോഴിക്കോട്ട് സാമൂതിരിയും വള്ളുവനാതിരിയൊക്കെ ആണെങ്കിലും അക്ഷരശൂന്യരായിരുന്നു എന്ന് MGS വളരെ ഭംഗിയുള്ള വാക്കിൽ പറയുന്നുള്ളൂ. അവരെത്രത്തോളം നമ്പൂതിരിമാരിൽ നിന്നുള്ള വ്യത്യാനമൊന്നും പകർന്നു കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് പിന്നെയാണ് കാലം വഴിയുന്നിടത്തോളമാണ് അവർക്ക് അക്ഷരത്തിനോടുള്ള അടുപ്പമുണ്ടായിരുന്നു, അവർക്ക് അക്ഷരശൂന്യത ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പുകഴ്ത്തി പറയുന്ന മരുമക്കത്തായം എത്ര പൊള്ളയായിരുന്നു, അതിൻ്റെ കിള്ളിലുണ്ടായിരുന്ന പിന്നെ നികൃഷ്ടമായ സാമൂഹ്യ വൃത്തികേടുകൾ എന്തായിരുന്നു, ഇതൊക്കെ MGS തുറന്നു പറയാം, നമുക്ക് യോജിക്കാം. പക്ഷേ ഇതിനോടൊക്കെ
കലഹിക്കാതെ നമ്മളിങ്ങനെ കുഷൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ പരിപാടി MGSനില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ പാശ്ചാത്യമായ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കുണ്ടായിരുന്ന ഒരു അധിക വൈകൃതമായിരുന്നു പിന്നെ മരുമക്കത്തായമെന്ന് MGS അക്നോളജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് എഴുത്തച്ഛൻ ഈ നായന്മാരെ ഒക്കെ തന്നെ ഇങ്ങനെയുള്ള വെറും ചത്തും കൊന്നും ജീവിച്ചിരുന്ന പിന്നെ ഈ ഒരു വർഗത്തെ നേരെയാക്കി എടുക്കാൻ വേണ്ടി ഭാരതീയമായ തത്വചിന്തകളുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ഒരു മര്യാദാ പുരുഷോത്തമനെ സൃഷ്ടിച്ചുകൊണ്ട് അന്നത്തെ പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും ഇങ്ങനെയാണ് രാജാവാവേണ്ടത്, ഇങ്ങനെയാണ് ഭർത്താവാവേണ്ടത്, ഇങ്ങനെയാണ് സഹോദരനാകേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത എഴുത്തച്ഛനെ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് MGS വരവേൽക്കുന്നത്. ഇതേപോലെ തന്നെ ഇഴവ സമുദായത്തിൽ ഗുരുവിനെ എത്ര ആദരവോടു കൂടിയിട്ടാണ്. ഗുരുവിനെ അധികം വിലയിരുത്തുന്ന സമയത്ത് പലപ്പോഴും ഈ ഭൗതികവാദ ചിന്തകളുടെ ഒരു പ്രശ്നം അധികം പറയുന്നുണ്ട്. വളരെ ശരിയായിട്ട് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഗുരുവിൻ്റെ ഒരു ഭാഗം മാത്രം, കുരുടൻ എന്നുള്ള വാക്കിന്ന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല തോന്നുന്നു, എന്നാലും ആനയെ കാണുന്ന മാതിരി എന്ന് പറയും. പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം ഗുരുവിനെ വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങളെ കാണാതിരിക്കുന്ന ആ പ്രവണതയെ MGS വളരെ കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട്. ഈ ഗുരു അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സാമൂഹ്യ പരിഷ്കരണമല്ല, ആത്മീയമായി മനുഷ്യനെ ഉയർത്തലായിരുന്നു ഗുരുവിൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സാമൂഹ്യ പരിഷ്കരണം നടത്തിയത്. അപ്പോൾ ആത്മീയമായ ഉന്നമനത്തെ കാണാതിരിക്കുന്ന ഗുരുവിനെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുന്നതാണ് എന്ന കാര്യം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഈ ഗുരുവിനെ മര്യാദയ്ക്ക് ഒരു ഭാഗം മാത്രം കണ്ടുകൊണ്ടുള്ള വിനാശം നമുക്ക് കുറേയുണ്ട്. ഇന്നിപ്പോൾ ഈ മതങ്ങളെയും സ്പിരിച്വാലിറ്റീനൊക്കെ ഇങ്ങനെ വൾഗറൈസ് ചെയ്തിട്ട് ജനവിരുദ്ധവും വർഗീയവുമാക്കി മാറ്റുന്ന സമയത്ത് ഗുരുവിൻ്റെ മതതത്വങ്ങളെ ആത്മീയതയെ വേണ്ട മാതിരി നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ഇതിനെതിരായിട്ടുള്ള മരുന്ന് നമുക്ക് തന്നെ ഉണ്ടാക്കാമായിരുന്നു. ഹൈന്ദവ തത്വങ്ങളെ വികൃതവൽക്കരിച്ച് വർഗീയമാക്കി വിനാശകരമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അതിനെ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ്, ആ വക കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് അതിനെ ദുരുപയോഗപ്പെടുത്തി പലവർക്കും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം MGSൻ്റെ ഈ കാഴ്ചപ്പാടിലുണ്ട്. പിന്നെ അദ്ദേഹം ബുദ്ധപ്രസ്ഥാനവും വേദാന്ത പ്രസ്ഥാനവും ഒരുപോലെയാണ് എന്ന് പറയുന്നത്. അവിടെ മാത്രം ഇപ്പം MGSൻ്റെ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പെടണമെങ്കിൽ രാമനുണ്ണി എല്ലാ കാര്യത്തിനോടും യോജിച്ചു എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഇഷ്ടാവില്ല, മൂപ്പർക്ക് ചില എതിരഭിപ്രായങ്ങൾ കൂടി പറയണം. ഇവിടെ മാത്രം എനിക്ക് MGSന് തോന്നി ബുദ്ധമത പ്രസ്ഥാനവും വേദാന്തവും ഒരേപോലെ ഈശ്വര നിരപേക്ഷമാണ് എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ചെറിയ പ്രശ്നം. കാരണം ആ ബുദ്ധമത മാതിരിയല്ല പിന്നെ വേദാന്തത്തിൽ ഈശ്വര നിരപേക്ഷമല്ല. അതിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും നിൽക്കുന്ന ഈശ്വരൻ മാത്രമേ ഉള്ളൂ. കാരണം കുമാരനാശാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ബുദ്ധമതത്തിൻ്റെ ആ ഒരു സ്വഭാവമല്ല വേദാന്തത്തിനുള്ള. അതിൽ ഈശ്വര നിരപേക്ഷം എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഈശ്വരൻ എന്താ എന്നുള്ള സാധനമാണ് ഇതാണ്. കാരണം കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് ബുദ്ധമതം നമുക്ക് വർജ്യമാണെന്ന കുമാരനാശാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അത് നാസ്തികമാണ്. അതുകൊണ്ട് അത് നമുക്ക് വർജ്യമാണ്. പിന്നെ അത് ശ്രീനാരായണ ധർമ്മത്തിനെതിരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീനാരായണ ധർമ്മമോ അത് വേദാന്തവും അദ്വൈതമാണ്. അതുവരെ MGS കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആദിശങ്കരൻ്റെ അകത്തുണ്ടായിരുന്ന ആ കാലത്തിൻ്റെ ജാതീയമായ ദുഷ്ടുകളെല്ലാം മാറ്റി അരിച്ച് അതിനെ വൃത്തിയുള്ള അദ്വൈതമാക്കി ജനകീയമായിട്ടുള്ള ഇടതുപക്ഷവൽക്കരിച്ചിട്ടുള്ള അദ്വൈതമാക്കി അദ്ദേഹം എടുത്തു. പക്ഷേ ഈ ബുദ്ധമതവുമായിട്ടുള്ള സാത്മീകരണത്തിൽ എനിക്ക് ഒരു താത്വികമായ പ്രശ്നമുണ്ടോ, അന്തർഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം ഞാനിവിടെ നിങ്ങളുടെ പ്രഗത്ഭരായുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഒരു 5 മിനിറ്റ് അധികമായിട്ടുള്ള വ്യക്തിബന്ധം പറയാൻ മാത്രമാണ്. എൻ്റെ തറവാട്ടിലെ തലാപ്പിൽ പൊന്നാനി തറവാട്ടിലെ ഗോപി മേനോൻ, പിന്നെ ഡോക്ടർ ഗോപി മേനോൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്, അന്നത്തെ ആദ്യകാലത്തുള്ള ഡോക്ടറാണ്. മൂപ്പര മകനാണ് MGSൻ്റെ അച്ഛൻ്റെ വീടാണ് പൊന്നാനി. MGSൻ്റെ അമ്മയുടെ വീട് പരപ്പനങ്ങാടിയാണ്. എൻ്റെ അമ്മയുടെ വീട് പൊന്നാനിയും എൻ്റെ അച്ഛൻ്റെ വീട് പരപ്പനങ്ങാടിയാണ്.
അപ്പോൾ അദ്ദേഹം പൊന്നാനി പിന്നെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അതിസുന്ദരനായിട്ട് എൻ്റെ അമ്മയൊക്കെ പറയും MGS എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സുന്ദരനാണ്. അതിപ്പോൾ മരിക്കുന്നവരെ സുന്ദരനായിരുന്നു, യാതൊരു സംശയമില്ല. പക്ഷേ അന്ന് എത്ര MGSനെ അമ്മ മരിച്ച കുട്ടികളാകുമ്പോൾ ചേച്ചിമാർക്കും അമ്മായിമാർക്കൊക്കെ വലിയ കൗതുകമായിരിക്കുമല്ലോ, സഹതാപം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഓമനിച്ച് നടക്കും. MGSനെ കുളിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ ഈ ചേച്ചിമാരൊക്കെ. അപ്പം എൻ്റെ അമ്മ എൻ്റെ മുൻപന്തിയിലാണ്. ജാനുവടുത്തി എന്ന് പറഞ്ഞാൽ MGSന് വലിയ കാര്യമായിരുന്നു. ബേബീനെ എന്തോ ഒരു ഭംഗിയായിരുന്നു കാണാൻ എന്നാണ് പറയുക, ആ കാലത്ത് ഓർമ്മ വെച്ചിട്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ആളാണ് MGS. പിന്നെ എൻ്റെ അച്ഛനായിട്ട് മൂപ്പരുടെ അച്ഛൻ്റെ നാട് അമ്മയുടെ നാട് പരപ്പനങ്ങാടിയാണ് എൻ്റെ അച്ഛൻ്റെ നാട്. പിന്നെ അച്ഛൻ ഇമ്പീരിയൽ ബാങ്കിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ അപ്പോൾ അന്ന് രണ്ടാം ലോകമായ സമയത്ത് പിന്നെ അതുകൂടെ ബർമ്മയിൽ കൂടെ അങ്ങോട്ട് ഓടി വന്ന പാർട്ടിയാണ്, പിന്നെ ഇമ്പീരിയൽ ബാങ്കിലുള്ള സമയത്ത്. അപ്പം അച്ഛനുള്ള സമയത്ത് അദ്ദേഹം ഗോർക്കിയുടെയും മാർക്സിൻ്റെയൊക്കെ പുസ്തകങ്ങൾ കൊണ്ടുവരും. അപ്പോൾ MGS പറഞ്ഞിട്ട് കാത്തിരിക്കും പുസ്തകങ്ങൾ വരാൻ വേണ്ടി വെക്കാൻ. മാത്രമല്ല അടുത്ത കുറി ദാമോദരേട്ടൻ വരുമ്പോൾ ഇന്ന പുസ്തകങ്ങൾ കൊണ്ടുവരണം എന്ന് പറയും. എൻ്റെ അച്ഛനെ വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ പൊന്നാനി കളരിയിലുള്ള അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, എടശ്ശേരിനെയൊക്കെ ആയിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. MGS കവിത എഴുതിയിരുന്നു. എനിക്ക് അതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ കുറച്ചൊന്ന് തിരഞ്ഞു വായിക്കണം എനിക്ക് പറ്റിയില്ല, കണ്ടെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം കവിയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ രണ്ട് ഭാഗം നിറഞ്ഞു നിൽക്കുന്ന തലയാണ്. എനിക്ക് പലപ്പോൾ ഇമാജിനേഷൻ തോന്നും, ഈ മസ്തിഷ്കത്തിൻ്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ യുക്തിചിന്തയ്ക്കും വലത് ഹെമിസ്ഫിയർ ഇമാജിനേഷൻ്റെയും ഭാഗമാണെന്ന് ഒരു പഴയ ചിന്ത. ഇന്നിപ്പോൾ അതൊക്കെ ന്യൂറോളജി തിരുത്തുന്നുണ്ട്. MGSൻ്റെ രണ്ട് ഹെമിസ്ഫിയറും നല്ല ഒന്നാം തരാണ്, ഇമാജിനേഷൻ്റെ ഹെമിസ്ഫിയറും യുക്തിചിന്തയുടെ. അതായിരിക്കും രണ്ട് തല ഇങ്ങനെ രണ്ട് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ സങ്കല്പിക്കാണ്ട്, ഒരു എഴുത്തുകാരൻ്റെ ഭ്രമാത്മകമായ ചിന്ത കൊണ്ട്. അങ്ങനെയുള്ള MGS ആദ്യം പൊന്നാനി കളരിയിൽ പിന്നെ ഈ എടശ്ശേരിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. രാമേന്ദ്ര മാഷ് ഉണ്ടായിരുന്ന കോലായ ചർച്ചയിലൊക്കെ അതിശക്തമായിട്ടാണ് MGS പറഞ്ഞത്. എന്നോട് PM നാരായണൻ്റെ പുസ്തകത്തിലുണ്ട്, അത് എന്നോടും പറയും ചെയ്തു. അക്കിത്തത്തിൻ്റെ പിന്നെ കവിത ഏതായിരുന്നു ആ കവിത, ഞാൻ മറന്നുപോയി, ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു, മറക്കരുത് വെച്ചിട്ട്. തുലാവർഷം എന്ന കവിതേനെ നിശ്ചിതമായിട്ട് MGS അങ്ങ് വിമർശിച്ചു. അറബിക്കടൽ വക്കത്ത് കോഴിക്കോടെന്ന പട്ടണം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ അപ്പം MGS കൊണ്ടേ നിർത്തിയത് വളരെ പ്രൊസൈക്കായി പോയല്ലോ എന്നും. കാരണം ഒരു കവിത എങ്ങനെയാണോ ശരിയാ പെട്ടെന്ന് തോന്നുമ്പോൾ ഒരു പ്രൊസൈക്കായിട്ടുള്ള വാചകമാണല്ലോ ഇത്. അങ്ങനെ ധൈര്യസമേതം പറഞ്ഞിരുന്ന MGS ആയിരുന്നു അദ്ദേഹം. നാലാപ്പാട്ടിൻ്റെ ധർമ്മിഷ്ഠമായ ആ ഭാഗത്തിനോടായിരുന്നു അദ്ദേഹത്തിന് പ്രതിപത്തി. അതുകൊണ്ട് തന്നെ വള്ളത്തോളിനിടയ്ക്ക് വല്ലാതെ നിശിതമായി വിമർശിക്കുന്ന സ്വഭാവം അന്ന് കാണിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ അപരാധങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ ആ ആശയങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം കവിത എഴുതിയിരുന്നു. അപ്പോൾ എടശ്ശേരി കുറേ വൈകിട്ടാണ് അദ്ദേഹം കവിത എഴുതുന്നു എന്ന് വേറെ ആരോ എടശ്ശേരിയോട് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് വലിയ സന്തോഷമായി. അപ്പം തന്നെ മൂപ്പര് MGSൻ്റെ വീട്ടിലേക്ക് പോയി തിരഞ്ഞിട്ട്. അപ്പം MGS വീട്ടിലില്ല. അപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഭീകരൻ കവിത എഴുതുന്നെന്ന് കേട്ടല്ലോ. അപ്പോൾ അത് അന്നത്തെ മനസ്സാണ്. അപ്പോൾ ഒരാൾ ചെറുപ്പക്കാരൻ കവിത എഴുതുമെന്ന് പറയുമ്പോഴേക്ക് എടശ്ശേരിക്ക് അത്യാഹ്ലാദം കൊണ്ട് വയ്യ. ഇന്നിപ്പോൾ ഒരു ജൂനിയർ കവിത എഴുതുന്നു പറയുമ്പോഴേക്ക് തന്നെ സീനിയർ എഴുത്തുകാർക്ക് അയ്യോ വൻ കോമ്പറ്റേറ്ററായി വരുമോ എന്ന സംശയമാണ്. അങ്ങനെ ഒരു കേറിയസിൻ്റെ ലോകത്ത് അന്നത്തെ ആ സുവർണകാലം, ഇതിപ്പോൾ നമ്മൾ ഈ പ്രായമാകുമ്പോൾ സൂക്കടാന്ന് നമ്മൾ ചെറുപ്പക്കാർ പറയും, ഈ പഴയതൊക്കെ ഭംഗിയായിട്ട് വരുമല്ലോ. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ആ കാലത്തിന് റിനൈസൻസ് എല്ലാ ചരിത്രത്തിനും ഒരു ഉണർച്ചയുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു കാലം ആ എടശ്ശേരിയും അവരൊക്കെ ഉണ്ടായിരുന്ന ആ നവോത്ഥാന കാലത്തുണ്ടായിരുന്നു. അതിന് എന്തില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് അത് വളരെ നഷ്ടമാവുമ്പോൾ ഇത് സുവർണ സ്മരണകളായിട്ട് തന്നെ നമുക്ക് നിൽക്കുകയാണ്. എൻ്റെ സൂഫി പറഞ്ഞ കഥ എന്നുള്ള പുസ്തകം എഴുതിയ സമയത്ത് അദ്ദേഹത്തിന് വായിച്ച് കേൾപ്പിക്കാൻ കൊടുത്തു. ആ സമയത്ത് അദ്ദേഹം ചരിത്രകാരൻ്റെ അതിലുണ്ട് വെളിയങ്കോട്ടുനിന്ന് മാമ്മൂട്ടി, 19-ാം നൂറ്റാണ്ടിലെ ഈ കഥ നടക്കുന്നത്. വെളിയങ്കോട്ടുനിന്ന് മാമ്മൂട്ടി പിന്നെ കാർത്തിക്ക് സോപ്പ് വാസന സോപ്പും പെട്ടെന്ന് ആ കാലത്ത് വാസന സോപ്പ് ഇറങ്ങിയിരുന്നോ ഉടനെ അത് ചിന്ത വന്നു. പിന്നെ മൂപ്പരെന്തൊക്കെയോ തപ്പി പിടിച്ചിട്ട് പറഞ്ഞു പറയുകൊണ്ട് തെറ്റില്ല, വാസന സോപ്പ് ഇറങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പം അത്രയ്ക്ക് ആ ഒരു ചരിത്രകാരൻ്റെ ഒരു യുക്തിയോടുള്ള കാണൽ. പിന്നെ അദ്ദേഹം പറഞ്ഞു നീ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ തലെടുക്കാൻ ആൾ വരുമല്ലോ എന്ന് പറഞ്ഞു. MGS സൂഫി പറഞ്ഞ കഥ. പക്ഷെ തലെടുക്കാൻ ആരും അന്ന് വന്നില്ല, പക്ഷെ ഇന്നാണെങ്കിൽ വരുമായിരുന്നു എന്നെനിക്കറിയാം. അപ്പം MGSൻ്റെ വരാൻ പോകുന്ന കാര്യം
കാണാനുള്ളൊരു കഴിവ് ആ സമയത്തുള്ള അഭിപ്രായത്തിലുണ്ടായിരുന്നു. എൻ്റെ ജീവിതം ഒരു ആർത്തിക്കാരൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു പുസ്തകം, ആത്മകഥാപരമായിട്ടുള്ള പുസ്തകം എഴുതിയപ്പോൾ MGS ആണ് എനിക്ക് അവതാരം എഴുതിയത്. അതിൽ ഒരു ഏട്ടൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം ജാനുവടുത്തിൻ്റെ അമ്മ മൂപ്പരെടുത്ത് നടന്നിരുന്നു, മോമനിച്ചിരുന്നു. ജാനുവടുത്തിയുടെ ഈ കഥ അന്ന് കഥ പറഞ്ഞു കൊടുക്കും അത്ര ഇവർക്ക്. എൻ്റെ അമ്മ ഈ കഥ പറയാനുള്ള കഴിവായിരിക്കും നിനക്ക് ഈ കഥ എഴുത്തുകാരനായി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വളരെ സ്നേഹിച്ചാൽ പിന്നെ കണ്ണുമുക്കില്ലാത്ത സ്നേഹം MGSന്. തെറ്റിയ മൂപ്പർക്ക് കുറച്ച് പെശകും. ഇങ്ങനെ ഒരു സത്യസന്ധത വ്യക്തിത്വത്തിൽ പുറത്തിരുന്ന ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു. ചരിത്രകാരൻ്റെ യുക്തിയോടൊപ്പം തന്നെ ഒരു എഴുത്തുകാരൻ്റെ, സാഹിത്യകാരൻ്റെ വികാര സാന്ദ്രതയും ചേർന്നിട്ടുള്ള ഒരു മഹാപ്രതിഭയ്ക്ക് സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം.